അധ്യാപക സേവന രംഗത്ത് നിന്നും ഈ വർഷം വിരമിക്കുന്ന മട്ടാഞ്ചേരി ഉപജില്ലയിലെ KSTA സംസ്ഥാന ജില്ലാ നേതാക്കൾക്കും സഹപ്രവർത്തകർക്കും ഉപജില്ലാ കമ്മിറ്റി ഹൃദ്യമായ യാത്രയയപ്പ് നൽകി. ഫോർട്ട് കൊച്ചി താമരപ്പറമ്പ് ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന സമ്മേളനം KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KG ഷൈൻ ഉദ്ഘാടനം ചെയ്തു. വിരമിക്കുന്ന അധ്യാപകരുടെ സ്തുത്യർഹമായ സേവനങ്ങളെ ആദരിച്ച് ഉപഹാരങ്ങൾ സമർപ്പിച്ചു. ദീർഘകാലത്തെ സ്തുത്യർഹമായ അധ്യാപന ജീവിതത്തിനു ശേഷം ഈ വർഷം വിരമിക്കുന്ന മട്ടാഞ്ചേരി ഉപജില്ലയിലെ KSTA നേതാക്കൾക്കും അധ്യാപകർക്കും സംഘടനയുടെ നേതൃത്വത്തിൽ ഊഷ്മളമായ യാത്രയയപ്പാണ് നൽകിയത്. 5-6 വർഷങ്ങളിലായിട്ട് കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ റിട്ടയർമെന്റിന് ശേഷം ആളുകൾ നല്ല സജീവമായിട്ട് രംഗത്തുണ്ട്. അപ്പോൾ റിട്ടയർ ചെയ്ത ആളുകള് ഇനിയും സജീവമായിട്ട് രംഗത്ത് നമ്മുടെ സമസ്ത മേഖലകളിലും വ്യാപരിക്കാൻ നിങ്ങൾക്ക് കെൽപ്പുണ്ട്. നമ്മിലുള്ള കഴിവ് ഏറ്റവും ഒരു മൂർത്തിമത് ഭാവത്തിൽ നിൽക്കുന്ന ഈ അവസ്ഥയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമൂഹത്തിന് വേണ്ടി പലതും ചെയ്യാനുണ്ട്. താമരപ്പറമ്പ് ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം സംഘടനാ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KG ഷൈൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മുന്നിൽ ഇന്നലെ വരെയുള്ള ക്ലാസ് മുറിയുടെ രൂപീകരണമായിരിക്കണം ഭാവിയിൽ ഈ മേഖലയിൽ നിന്ന് പുറത്തേക്ക് പോയാൽ കണ്ണിലെ കൃഷ്ണമണി പോലെ. കണ്ണു വേണം ഇരുപുറം എപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെയും, കണ്ണിലെപ്പോഴും അണയാത്ത അകക്കണ്ണു വേണം. ആ അകക്കണ്ണ് ജാഗ്രതയോടുകൂടി ഈ സമൂഹത്തെ അകക്കണ്ണോടുകൂടി കണ്ടു പരിപാലിക്കേണ്ട ഒരു ഉത്തരവാദിത്വം, ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം. KSTA ഉപജില്ലാ പ്രസിഡന്റ് ബിജു പോൾ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മുഖ്യപ്രഭാഷകനായിരുന്ന കൊച്ചി MLA KJ മാക്സി വിരമിക്കുന്ന അധ്യാപകർക്ക് ഉപഹാര സമർപ്പണം നടത്തി. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം ഇന്നത്തെ രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നന്നായി പ്രവർത്തിച്ച സംഘടനയാണ്. നമ്മൾ 10 വർഷം അപ്പുറം നോക്കുമ്പോൾ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസം വളരെ തീരെ മോശമായിരുന്നു. കേരളത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ ആ ചരിത്രം കാണിക്കുന്നത് എന്താ? 57 കേരളം രൂപീകരണത്തിന് ശേഷം വന്ന ആദ്യത്തെ ഗവൺമെൻറ് ആദ്യം കൈവച്ചത് വിദ്യാഭ്യാസത്തിലാണ്. അന്ന് വിദ്യാഭ്യാസത്തിൽ അത് കൈവെക്കുമ്പോൾ വിദ്യാഭ്യാസം പൂർണ്ണമായിട്ടും ഹൈസ്കൂൾ വിദ്യാഭ്യാസം സൗജന്യമാക്കിയത്. ഇതിപ്പോൾ അവസാനം ഇപ്പോൾ ഈ ഗവൺമെൻറ്, പിണറായി ഗവൺമെൻറ് ലാസ്റ്റ് പട്ടിക അവതരിപ്പിക്കുമ്പോൾ ഒരു കാര്യം ധനകാര്യമന്ത്രി വായിച്ചു. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. കോളേജ് വിദ്യാഭ്യാസവും സൗജന്യമാക്കി. ഇനി ഒരു കുട്ടിക്ക് PKG മുതൽ ഡിഗ്രി വരെ പൂർത്തിയാക്കുന്നതിന് 5 പൈസ ചെലവില്ല. സംഘടനാ ജില്ലാ ഉപജില്ലാ ഭാരവാഹികളായ നിഷ MK, സിംല കാസിം, ആന്റണി MS, ഷിബു TK, സെക്രട്ടറി കമൽനാഥ്, സുമയ്യ A എന്നിവർ സംസാരിച്ചു. ജ്ഞാനനിർമ്മിതി നടത്തി ക്ലാസ് മുറികളിൽ നിന്ന് പൊതുസമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. സമൂഹ സൃഷ്ടിക്കായി നമ്മുടെ ഓരോ ലെസണും കുട്ടികളിലേക്ക് ട്രാൻസാക്ട് ചെയ്യുമ്പോൾ ഒരുപാട് CEOs ആണ് നമ്മൾ ട്രാൻസാക്ട് ചെയ്യുന്നത്, കരിക്കുലം ഒബ്ജക്റ്റ്. ആ പഠന നേട്ടങ്ങളുടെ മുന്നിൽ ആദ്യം ലെസൻ്റെ മുന്നിൽ കൊടുക്കുന്ന സാമൂഹിക പ്രതിബദ്ധത എന്താണെന്നുള്ളതാണ്. ജലത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ജലത്തെ എങ്ങനെ സംരക്ഷിക്കാം എന്ന് ആദ്യം ആ ലെസൺ പ്ലാനിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ പ്രതിബദ്ധതയിലേക്കാണ്, സമൂഹ സൃഷ്ടിയിലേക്കാണ്, അതിനേക്കാൾ മികച്ച ഒരു ഉത്തരവാദിത്വത്തിലേക്ക്, മഹത്തായ ഉത്തരവാദിത്വത്തിലേക്കാണ് നിങ്ങൾ പടി കയറുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ്, ടൈൽസ്, സ്റ്റോൺ, AEC ബ്ലോക്ക്, സാനിറ്ററി തുടങ്ങി ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. തറയിൽ ഗ്രാനൈറ്റ്സ്, MLA റോഡ്, പള്ളുരുത്തി.